നമുക്ക് ശരിക്കും ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് നമ്മളെന്ന ഗിഫ്റ്റ്. ഈ ഫോൺ ഒരു 15 പോട്ടെ, ഒരു 5 മിനിറ്റ്സിന്റെ എന്റെ ആ ഒരു അറ്റൻഷൻ സ്പാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം എന്റെ എല്ലാം തെറ്റിപ്പോയി. അപ്പം അവരുടെ എന്തോ ആക്ഷൻ കൊണ്ട് ആണ് ഞാൻ അവരെ സ്നേഹിക്കുന്നതെന്നാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ തലേ കയറി നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ. അമ്മ എന്ന വിളിയില് നമുക്ക് എപ്പോഴും വേണ്ടത് ഈ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, എപ്പോഴും നമ്മൾ ഈശോയുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ഡിസംബർ തൊട്ട് നമുക്ക് ശരിക്കും എന്തൊരു ബ്ലെസ്ഡ് ആയ ഒരു മന്ത്സാ. ഡിസംബർ തൊട്ട് ഒരു മെയ് എൻഡ് അല്ലെങ്കിൽ ജൂൺ ഒക്കെ വരികയാണെങ്കിൽ ശരിക്കും നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു കാത്തലിക് ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് ഡിസംബറിൽ നമുക്ക് ഉണ്ണീശോയായിട്ട് വരിക, അതായത് ഈശോ എന്ന ഗിഫ്റ്റ് നമുക്ക് തന്നേക്കുക. ആ ഗിഫ്റ്റ് എന്തിനു തന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഇതാണ് പിന്നെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലെൻഡൻ സീസൺ. ഈ നൊയമ്പിന്റെ സമയത്ത് ശരിക്കും നമുക്ക് ശരിക്കും ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് നമ്മളെന്ന ഗിഫ്റ്റ്. നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ച് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. അതായത് നമ്മൾ ചില സമയത്ത് നമ്മളെ ഈശോയിലേക്ക് അടുക്കാൻ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് നമ്മൾ എന്താ പറയാ, നമ്മുടെ പാപങ്ങളാണ് അങ്ങനെയാണെന്നോ നമ്മൾ പല എന്താ പറയാ, നമ്മൾ കുറെ ടോക്സ് കേൾക്കുന്നതാ, പള്ളിയിലെ പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടതാ, വർഷങ്ങളോളം കേൾക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് നമ്മൾ ഈശോയെ അകറ്റുന്നത്. പക്ഷെ ഈ പാപങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കുന്ന നമ്മുടെ മെയിൻ പാപങ്ങളുണ്ട്. ചിലപ്പം എനിക്കൊന്നും ഞാനൊരു 10-20 വർഷമൊക്കെ നമ്മൾ ആ സൺഡേക്ക് എന്തുവാ ഈ ആദ്യ കുർബാനയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ, അത് തന്നെയായിരുന്നു റിപ്പീറ്റഡ് നമ്മൾ ഈ പാപത്തിന്റെ ഇതില് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാതാപിതാക്കന്മാരനുസരിക്കാത്തത് പിന്നെ എല്ലാം അതൊരു പെർമനന്റ് സംഭവമായി പോയി അങ്ങനെ. അപ്പൊ അത് പറയുമ്പോൾ അതൊരു റിപ്പീറ്റഡ് ഒരു ലിസ്റ്റ് പോലെ ആയിരിക്കും എപ്പോഴും നമ്മൾ പറയുന്നത്. അപ്പം പക്ഷെ ശരിക്കും നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളും നമ്മൾ അറിയത്തില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്റെ വീട്ടില് എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ഒരു സംഭവമാണ്, ഞാൻ ചിലപ്പോൾ ഈ ഫോൺ നോക്കിക്കൊണ്ട് ചിലപ്പോൾ അങ്ങ് ഒരു 10-15 മിനിറ്റ് എന്റെ തല അങ്ങ് പെരുത്തു പോകും. പെരുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ എന്റെ ഈ ഒരു സ്റ്റൗവിൽ എന്റെ എന്തെങ്കിലും കറി ഉണ്ടാകും. ഇവിടെ കുഞ്ഞുങ്ങൾ ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ. അപ്പം 2 ആൺകുട്ടികള്, ഒരു പെൺകുട്ടി, അവൾക്ക് 1 വയസ്സ്, ബാക്കി 2 പേരും അവർ തമ്മിൽ 1 വയസ്സ് വ്യത്യാസം, 5-6 വയസ്സ് ഓക്കെ. അപ്പം ഞാൻ ഈ മൊബൈൽ നോക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ്സ് എന്റെ ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മൊബൈലിലായിരിക്കും. അത് ചിലപ്പം ഈശോനെ കുറിച്ചുള്ള പ്രസംഗങ്ങളും അച്ഛന്മാരുടെ ടോക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കും ഞാൻ മെസ്സേജ് അയക്കുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ 15 മിനിറ്റ് എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഇത് ഫുൾ ഈ അറ്റൻഷൻ ഇതിലോട്ടാണ്. അപ്പൊ പെട്ടെന്ന് ഞാനൊരു ബഹളം കേൾക്കും, എന്റെ കുഞ്ഞുങ്ങളോടെ വഴക്കുണ്ടാക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ ഞാൻ ആ കൂടെ കേൾക്കുന്ന എന്റെ ഇളയ കുഞ്ഞിന്റെ കരച്ചില. അപ്പൊ ഒബ്വിയസ്ലി എന്റെ തലയിൽ ഞാൻ അസ്യൂം ചെയ്യും ഇവന്മാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവളെ. അപ്പൊ ഞാനാണെങ്കിൽ നോക്കുമ്പോ എനിക്കാണെങ്കിൽ ഞാൻ എന്തോ ഇമ്പോർട്ടന്റ് ഒരു സംഭവം കേട്ടോണ്ടിരിക്കും. അപ്പൊ അതെന്റെ സ്റ്റോപ്പ്. അപ്പൊ എനിക്ക് ദേഷ്യം വരും, അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് അത് പോകും. പിന്നെ ഞാൻ അവിടെ പോയി അത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ അങ്ങോട്ട് വീണ്ടും വഴക്കുണ്ടാക്കുന്നു, മമ്മി ഞാനല്ല ചെയ്ത് അവനാ ചെയ്തെന്ന് പറയുമ്പോൾ അപ്പൊ എനിക്ക് അടുത്തത്. അപ്പൊ നോക്കുമ്പോൾ 2 കൊടുക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ നോക്കുമ്പം അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എന്റെ കറി കരിഞ്ഞു പോയി. അപ്പൊ നോക്കുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ നോക്കുമ്പോൾ ഇതൊക്കെ കേട്ട് അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹസ്ബൻഡും കൂടെ വരുന്നു. ഹസ്ബൻഡും കൂടെ വന്നപ്പോഴേക്കും അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ത് ബ്ലെയിം ചെയ്യാൻ പറ്റും? കാരണം എന്റെ തലയിൽ ഫോൺ നോക്കിയതല്ല കാരണം, പിള്ളേര് വഴക്കുണ്ടാക്കിയതാണ് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവന്മാര് കണ്ടോ അങ്ങനെ. അപ്പൊ ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ പിന്നെ ആ ഹസ്ബൻഡും പിന്നെ കുഞ്ഞുങ്ങളെ ടപ്പ പറഞ്ഞിട്ട് അടിക്കത്തില്ലെങ്കിലും വഴക്ക് പറയും. അപ്പൊ നോക്കുമ്പോ പക്ഷെ ഇവിടെ എല്ലാത്തിന്റെയും ലീഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഇഗ്നോറൻസ് ആയിരുന്നു. ആ ഒരു 15 മിനിറ്റ്സിൽ ഞാന് എന്റെ എല്ലാ തോട്ട്സും മാറ്റി വെച്ച് ആ ഫോണിലോട്ടുള്ള നോക്കാം. അത് എന്തും ആയിക്കോട്ടെ, ഷോർട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ഒരു മെസ്സേജ് അയക്കുന്നതായിരിക്കാം, ഈവൻ നമ്മുടെ ജോലി ആയിരിക്കാം. ചിലർക്ക് ജോലി ഉണ്ടാവും, ഞാൻ ഐ എം നോട്ട് വർക്കിംഗ്. പക്ഷെ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഞാനൊരു കുറച്ച് കഴിഞ്ഞൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അടുക്കളയിൽ നിന്ന് എനിക്ക് ഗിൽട്ട് വരുന്നത്. ദൈവമേ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ചിലപ്പോൾ ഒരു കുഞ്ഞു മമ്മി എന്തിനാ എന്നെ തല്ലിയത്, യു ഡോണ്ട് ലവ് മീ, വി ഡിഡ്ന്റ് ഡു എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് പിള്ളേര് വന്ന് പറയുമ്പോൾ പിന്നെ ആ ഗിൽട്ട് അങ്ങ് കയറും. ഗിൽട്ട് അങ്ങ് കയറി കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്ത് തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇത് വെറുതെ ഞാൻ പിന്നെ ചില സമയത്ത് അത് ഈശോടെയാണ് ഞാൻ കണ്ടോണ്ടിരുന്നെങ്കിൽ ഞാൻ ദൈവം ഞാൻ നിന്നെ കുറിച്ചല്ലേ കണ്ടോണ്ടിരുന്നത്, അപ്പൊ പിന്നെ എന്തിന് ഇത് ഉണ്ടായത്, ഞാൻ പ്രാർത്ഥിച്ചോണ്ടല്ലേ ഇരുന്നത്, ഞാൻ ഈ ഇമ്പോർട്ടന്റ് മെസ്സേജ് അല്ലേ. അപ്പം തിങ് ഇസ് ഞാൻ ഈ ഒരു കുഞ്ഞു കാര്യം ചെയ്തോളൂ, എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഫോക്കസ് എന്റെ മാറിപ്പോയി. ഇപ്പൊ ഞാൻ കിച്ചണില് കുക്ക് ചെയ്തോണ്ടാ ഇരിക്കുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ, കാരണം കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അവയർനെസ്, എന്റെ കുഞ്ഞുങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കും, അവരുടെ കോൺവെർസേഷൻ എനിക്ക് കേൾക്കായിരുന്നു, അവരെന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ ഫോൺ ഒരു 15 പോട്ടെ, ഒരു 5 മിനിറ്റ്സിന്റെ എന്റെ ആ ഒരു അറ്റൻഷൻ സ്പാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം എന്റെ എല്ലാം തെറ്റിപ്പോയി.
അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സിൽ നമുക്ക് ബ്ലെയിം ചെയ്യാൻ വന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആ കൂടെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് കേൾക്കുന്നത്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ എങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമയത്ത് വരുമ്പം അവർക്ക് ആ കൂടെ കേൾക്കുന്നത്, മമ്മ യു ഡോണ്ട് ലവ് മീ, യു ഡോണ്ട് ലവ് മീ. ആ സമയത്ത് നമുക്കിത് അപ്പൊ നമുക്ക് വിഷമമുള്ള ഒരു ചോദ്യം അത്. അപ്പം അവരുടെ എന്തോ ആക്ഷൻ കൊണ്ട് ആണ് ഞാൻ അവരെ സ്നേഹിക്കുന്നതെന്നാണ് ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ തലയിൽ കയറുന്നത് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ എപ്പോഴും ഒരു നമുക്ക് ഈശോ ഒരു അമ്മ എന്ന വിളിയിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഈ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്. എപ്പോഴും നമ്മൾ ഈശോയുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം നമ്മൾ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈശോ എന്ന് പറഞ്ഞാൽ ഫോക്കസിലായിരിക്കണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസാ. ഭയങ്കര ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് ഇതിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മുടെ ഇപ്പം ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ചോദ്യങ്ങളായിരിക്കും നമുക്ക് തലയിൽ പോകുന്നത്. കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇപ്പം എനിക്ക് കുഞ്ഞു അപ്പൊ എനിക്ക് അത്ര അവരുടെ പഠിപ്പിനെ കുറിച്ച് എനിക്ക് അത്ര വറി ചെയ്യണ്ട. പക്ഷെ എങ്കിൽ അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ അത്, പിന്നെ ഈ കുക്കിങ്ങും നന്നായി നടക്കണം, പിന്നെ ഇന്ന് വീട് വൃത്തിയാക്കണം, ലോണ്ട്രി, അങ്ങനെ ലൈക്ക് ലിസ്റ്റ് ഓഫ് തിങ്സ്. നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈശോ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതൊന്നും വേണ്ട, ഒന്നും നമ്മൾ ചിന്തിക്കണ്ട, ഇതൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക, ഈശോനെ മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ചില ദിവസങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് കാം ഫീൽ ചെയ്യും. ആ കാം എന്തെന്ന് വെച്ചാൽ ആ സമയത്ത് മൊത്തം ഞാൻ ഈശോനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ എന്റെ എല്ലാം, ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് ചിലപ്പം എനിക്ക് ഒരു 10 മിനിറ്റ് ആയിരിക്കും എനിക്ക് ചിലപ്പം എന്റെ ജോലികൾ ചെയ്യാനുള്ള സമയം. പക്ഷെ ആ 10 മിനിറ്റ് ഞാൻ നോക്കുമ്പോൾ എന്റെ എല്ലാം പെട്ടെന്ന് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ 1-2 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശോനെ മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ആ ദിവസങ്ങൾ ഞാൻ അറിയാതെ അത് ക്രമപ്പെട്ടു പോകുക. അപ്പൊ ഞാൻ തിരികെ ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് തീർത്താ. കഴിഞ്ഞ ദിവസമല്ല ഞാൻ ഇത് 2 മണിക്കൂർ എടുത്ത് മടക്കി വെച്ചത്. അപ്പം പറഞ്ഞാൽ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയത്തില്ല. അതിപ്പോഴും എന്റെ ജീവിതത്തിൽ എനിക്കതൊരു മിസ്റ്ററി ആണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചില കുഞ്ഞു ഇഗ്നോറൻസ് ആണ് നമുക്ക് ചെറിയ കുഞ്ഞു പാപമായിട്ട് പോകുന്നത്. എന്റെ ആ മൊബൈൽ ഫോണിൽ നോക്കി നിന്നപ്പോൾ ഞാൻ ഒരു 5-6 പാപം അവിടെ ചെയ്തു. കുഞ്ഞുങ്ങളെ 2 ഒരു തെറ്റുമില്ലാത്ത അവരെ ഞാൻ 2 അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അതിന്റെ മുകളിൽ ഹസ്ബൻഡിനോട് ഞാൻ നോണ പറഞ്ഞു. കാരണം എന്താ, ഞാൻ എന്റെ ഫോൺ നോക്കിയിരിക്കുന്നത് അന്നോണ. പിന്നെ അത് കഴിഞ്ഞ് എന്റെ കറി കരിഞ്ഞു പോയി. അപ്പൊ നോക്കുമ്പോ ആ കറി എന്താ പറയാ വൃത്തി, അത് നോക്കുമ്പോ അതിന്റെ കർത്താവിനെ ഞാൻ ബ്ലെയിം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് എന്താ ചെയ്തു, പിന്നെ അടുത്ത് ഗിൽട്ട് എന്നെ വളയാ ഞാൻ ചെയ്തതിന്റെ തെറ്റിന്റെ ഇത്. പക്ഷെ അത് പറയാനും പറ്റുന്നില്ല. അപ്പൊ ഈ ഞാൻ ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ സംഭവം നമ്മൾ ഇഗ്നോർ ചെയ്യും. നമ്മൾ ഈശോട് പറയും, നമുക്ക് ശരിക്കും പറയണം, നമ്മൾ ഈശോ തന്ന സമയം നമ്മൾ കളഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ കാരണമില്ലാണ്ട് നമ്മൾ അടിച്ചു. നമ്മുടെ ഹസ്ബൻഡിനോട് ശരിക്കും പറയാണ്ട് നോണ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറയാം, ഒരു കുഞ്ഞ് ഇൻസിഡന്റ് നമ്മൾ ഇത്രയും ഞാൻ നോട്ട് ചെയ്യുന്നത്. ഇപ്പം വേറൊരു 5-10 അപ്പൊ നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ എന്തോരം ഇത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ നമ്മൾ അറിയാണ്ട് എന്താ പറയാ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ മുറിപ്പെടുത്തി നമ്മളെ കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഓരോ ഇൻസിഡന്റ്. ഇത് സാധാരണ ഒരു വീട്ടമ്മയായ എന്റെ ജീവിതത്തിലൂടെ പോകുന്നത്. അപ്പൊ ഈ ജോലിയും ഇതെല്ലാം പോകുമ്പോൾ ഇത് ഫ്രസ്ട്രേഷൻ ഒക്കെ വരുമ്പോൾ ഇത് ഫ്രസ്ട്രേഷൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ആ ദിവസം പോയില്ലെങ്കിൽ നമ്മൾ ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ കൂടെ ഉള്ളവർക്ക് കൊടുക്കും. ദാറ്റ്സ് വെരി നാച്ചുറൽ ഇമോഷൻ ആണ്, വെരി നാച്ചുറൽ ബിഹേവിയർ ആണ്. പക്ഷെ ഇത് നമ്മളെ ഒരിക്കലും ഗിൽറ്റിലോട്ട് നയിക്കരുത്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഈ മദേഴ്സ് മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമായിരുന്നു മലാക്കി 1:7. കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരം എന്ന് നിങ്ങൾ കരുതി. ഞാനിങ്ങനെ കർത്താവിന്റെ ബലി നിസ്സാരം എന്ന് കരുതി. ഞാൻ ഈ വാചകമൊക്കെ ഞാനിങ്ങനെ ഒന്നാമതേ എനിക്ക് ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര വലിയ കട്ടിയുള്ള വചനമായി എനിക്കതൊന്നും മനസ്സിലാവത്തില്ല. പൊതുവെ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന എടുക്കുമ്പോൾ പുതിയ നിയമം കിട്ടാനാ. പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് ലേഖനം കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ്. നമുക്കിങ്ങനെ ഓക്കെ ഉപദേശങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇത് പറയുമ്പോൾ കർത്താവിന്റെ പേര് നിസ്സാരം എന്തിനാണ് ഒന്നാമത് ഈ മദേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗിൽറ്റ് മോഡിലോട്ട് പോകും. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവരെ പോയി കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരം എന്ന് കരുതിയെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എന്തായിരിക്കും സ്ഥിതി? പിന്നെ അവിടുത്തെ അതെന്താ ഈശോ, അത് ഞാൻ എന്തോ അവരോട് പറയുന്നത്, അവരെന്താ നിസ്സാരമായി കരുതാൻ? ഇപ്പൊ ഞാനായാലും എന്താ നിസ്സാരമായി? ഞങ്ങൾക്കൊക്കെ അറിയാലോ വിശുദ്ധ കുർബാന ഭയങ്കര ഇതാണല്ലോ, ഭയങ്കര സംഭവമാണ്, നീ ആണെന്നൊക്കെ അറിയാലോ. പക്ഷെ അതിൽ അത് കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് എന്താ, ആ പഴയ നിയമത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവരർപ്പിച്ച ബലികൾ എന്താ, നല്ല എന്താ പറയുക ഊനമറ്റ ബലികളാണല്ലോ അവിടെ മൃഗങ്ങളെയൊക്കെ അർപ്പിക്കേണ്ടത്. പക്ഷെ അവരെന്താ കണ്ണ് കാണാത്തതും മൂടന്തും ആയുള്ള മൃഗങ്ങളെയാണ് അവർ അർപ്പിക്കുന്നത്. അതാണ് ഒരു പശ്ചാത്തലം.
അപ്പോഴാണ് അടുത്തൊരു വചനം, കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു, ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും കൃപ കാണിക്കുമോ? മലാക്കി 1:8. അപ്പം അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ ഞാൻ അതെന്താ ചോദിച്ചേ, അപ്പം എനിക്ക് കിട്ടിയ അടുത്തൊരു ഇത് ബോധ്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോ നമ്മളെ തന്നെ ഒരു കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കി ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഈശോയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. ചില സമയത്ത് ഭയങ്കരമായിട്ട് അഭിനയിച്ച്, സ്നേഹനാഥനായ ഈശോയെ, എന്റെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ, എന്റെ ഇന്നലുകളും ഇന്നും എല്ലാം ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മൾ പഠിച്ച ചില ഇതിനാണ്. പക്ഷെ സത്യം പറയാലോ, നമ്മൾ ഈശ്വര അടുത്ത് എന്റെ പൊന്ന് കർത്താവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കണം. അങ്ങനെയാണ് കർത്താവിന് വേണ്ടത്. നമ്മൾ എന്റെ ഭർത്താവിനെ സമർപ്പിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഭർത്താവിനെ നമുക്ക് ആ ഉള്ള വികാരം കൊണ്ട് നമുക്ക് എന്താ പറയാ, ദൈവമേ ആ മനുഷ്യരുണ്ടല്ലോ ഇന്നലെ ഇതൊക്കെ ചെയ്തു, നീ ഒന്ന് നോക്ക് കർത്താവേ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അത് അങ്ങനെ നമ്മളായിരിക്കുന്നു. നമ്മൾ ചിലപ്പം റോ ആൻഡ് റിയൽ ഈശോയുടെ മുമ്പിൽ സത്യം പറയാം, നമ്മളെല്ലാം വേറെ ചിലപ്പം നമ്മളെ ഏറ്റവും വൃത്തിയോട് ചിലപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡും എനിക്കൊന്നും നമ്മുടെ മാതാപിതാക്കളോടായിരിക്കുവേ. പക്ഷേ ഈശോയുടെ അടുത്ത് വി ഹാവ് ടു ബി ദാറ്റ് റിയൽ. ആ റിയലിസ്റ്റിക് ആയിട്ട് ഈശോയുടെ അടുത്ത് പോകണം. എന്റെ പൊന്ന് കർത്താവ്, ഞാൻ എപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കാണെങ്കിലുണ്ടല്ലോ എന്റെ അപ്പന് പിന്നെ ഒരു ബോധ്യം കൂടെ കിട്ടിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങൾ ഉണ്ടാകും. അത് നോക്കിക്കോ, അറിഞ്ഞോ അറിയാതോ നിങ്ങളിലുണ്ട്. അത് പണ്ട് ഏതോ ധ്യാനത്തിനകത്ത് ഏതോ ടോക്കിൽ ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, എനിക്കതൊന്നുമില്ല. അപ്പൊ എന്റെ വിചാരം ഞാൻ ഭയങ്കര പേഷ്യന്റ് ആണ്. എന്റെ മമ്മീന്റെ അടുത്ത് എപ്പോഴും ഞാൻ ഓർക്കണം, മമ്മി ഇങ്ങനെ കുക്കൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് എനിക്ക് പോയി പിന്നീട് മമ്മീനെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കൊരു ഒരു സ്വഭാവമുണ്ട്. അപ്പൊ മമ്മിക്കാണെങ്കിൽ ഇങ്ങനെ വിയർത്ത് കുളിച്ച് നൈറ്റി ഒക്കെ ഇട്ടിട്ടാണല്ലോ. പണ്ട് അത്ര ഈ പറഞ്ഞ പോലെ അടുക്കളയിൽ ഭയങ്കര ഇതല്ലേ, ചൂടല്ലേ. അപ്പൊ ഞാനിപ്പോ മമ്മിക്ക് ദേഷ്യം ഒന്ന് പോണ്ട അവിടുന്ന്. അപ്പോഴാണ് അവൾക്ക് കെട്ടിപ്പിടിക്കാൻ കണ്ട നേരം എന്ന് പറഞ്ഞിട്ട് മമ്മീനെ ഓടിച്ചു വിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പന്റെ ഒരു സ്വഭാവം, അപ്പന് ഈ തെറി പറയുന്ന സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ സൈഡ് തരാണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു തെറി വരും. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ ABCD ഈ തെറി, അത് തെറിയാണെന്ന് അറിഞ്ഞില്ല, പക്ഷെ അപ്പന്റെ പല്ല് കടിക്കണം കാണുമ്പോൾ എനിക്കറിയാം ഇത് തെറിയായിരിക്കും. അപ്പൊ ഞാൻ വീഡിയോ, അപ്പൊ ഇത് എന്തോന്ന് ചോദിക്കും. അപ്പം പറയും, അപ്പൊ ചിരിക്കും. പറഞ്ഞു അതൊരു സംഭവം, നീ ഇപ്പൊ അറിയണ്ട. അപ്പൊ എനിക്ക് തെറി പറയാം. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞാൽ എനിക്ക് തെറി എന്ന് പറഞ്ഞാൽ, എനിക്ക് തെറി പറയുന്നവരെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ കാരണം എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഒരാളെ തെറി വിളിക്കാൻ അവരെ ഭയങ്കര ഡീഗ്രേഡ് ചെയ്യാന്നാണ് ഒരു ഇതുള്ളത്. അപ്പൊ അപ്പന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം അതാണ്. മമ്മിയുടെ ഈ ഒരു സ്വഭാവമാണ്. പക്ഷേ എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ വന്നപ്പോ ഞാൻ ഓർത്തത്, ഞാനാണെങ്കിൽ ചെറിയ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം ഉണ്ടായിരുന്നു, എനിക്കൊന്നും ഇന്ന് ഓർമ്മയുണ്ട്. എന്റെ ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ 1 വയസ്സിന്റെ ഡിഫറൻസ് ആണ്. അവര് ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കെന്തോ, ഞാൻ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഇവർ രണ്ടുപേരും ബാക്ക് ടു ബാക്ക് കരഞ്ഞോണ്ടിരിക്കുക. ഈ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ ഈശോയോട് പോയിട്ട്, എനിക്കാണെങ്കിൽ എനിക്ക് മനസ്സിൽ ഇതാ, ഞാനൊരു ഫെയിൽഡ് ഒരു മദറാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ ഫെയിലിയർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ബാത്റൂമിൽ പോയി ഞാൻ മുട്ടുകുത്തി, ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയാവുന്ന തെറികൾ മലയാളം, ഹിന്ദി, തമിഴ് കുറച്ച് അറിയത്തുള്ളൂ. പക്ഷെ ഏതായാലും തെറികൾ എനിക്കറിയാവുന്ന അന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇത്രയും തെറികൾ അറിയായിരുന്നു അന്ന് ഞാൻ. പിന്നെ അതിന് ക്രൂശ് രൂപം കൂടി ഉണ്ടായിരുന്നു. എന്റെ പൊന്ന് കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു 10 തെറി അന്ന് ഞാൻ കർത്താവിനെ ഞാൻ വിളിച്ചു. അത് കഴിഞ്ഞ പൊട്ടി കരയാ. എനിക്കറിയത്തില്ല, ഇതുപോലെ ഞാൻ പൊട്ടിക്കും, അലറി കരയാ. എന്റെ പൊന്ന് ദൈവമേ, നീ എന്നെ ഒന്ന് സഹായിക്കും, എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ. അപ്പോഴാണ് സത്യം പറഞ്ഞാലോ, ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ എന്ന് പറഞ്ഞാ, ഇതുപോലെ ഫ്രീ ആയ ഒരു ദിവസം എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. അതുപോലെ ഞാൻ ഫ്രീ ആയി, ശാന്തമായി. പക്ഷെ പിന്നീട് ഞാൻ കർത്താവിനെ ഇതുവരെ തെറിവിളിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്റെ എല്ലാം അന്ന് കർത്താവ് ഏറ്റെടുത്തു. കാരണം ഞാൻ അത്രയും നാൾ അഭിനയിക്കുകയായിരുന്നു, ഈശോയെ ഞാൻ ഇത്രയും കൊന്ത ചെല്ലുന്നു, ഞാൻ ഇങ്ങനെ ഇത് ചെല്ലുന്നു, അത് ചെല്ലുന്നു. അപ്പൊ എന്റെ വിചാരം, എന്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ ചെല്ലുന്ന ഈ പ്രാർത്ഥനകളോടും ഞാൻ ഈ സ്വരുക്കൂട്ടിയ എന്തൊക്കെയോ നല്ല സംഭവങ്ങളുണ്ടെന്നൊക്കെയാണല്ലോ എന്റെ വിചാരം. ഇതുകൊണ്ടാണ് എന്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നത്. അല്ല, തെറ്റിദ്ധാരണയാണ്. ഞാൻ എന്ന വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന കാരണത്താൽ ഈശോ എന്നെ സ്നേഹിക്കുക. അതായത് ഇവിടെ ഇരിക്കുന്ന ബീന, നീ എക്സിസ്റ്റ് ചെയ്യുന്നു, നിന്റെ ഒന്നും കൊണ്ടല്ല. ബീനെ, നിന്നെ ഈശോ സ്നേഹിക്കുക, നിന്റെ ഒന്നും കൊണ്ടല്ല. മുഖത്തെ സൗന്ദര്യമോ മുടിയോ ഒന്നുമല്ല, നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം എൽസ, അങ്ങനെ ഓരോരുത്തർ ഞാൻ പേര് വിളിച്ച് സത്യം പറയാം, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു ബോധ്യം അമ്മയായതുകൊണ്ടല്ല, അമ്മയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അമ്മമാർക്ക് ഈ സ്നേഹം ഭയങ്കരമായിട്ട് മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ദേ ക്യാൻ ബി ലൈക്ക്, അതിനെ ഒന്നും പറയത്തില്ല. നമ്മൾ ഈ ആദർശത്തിനൊക്കെ പറയുമ്പോൾ അത് നമ്മളിൽ ഈ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം കവിഞ്ഞൊഴുകും. അപ്പം
നമ്മള് ഈ സ്നേഹം നമ്മളെപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞു വന്നത്, ഈ ഈശോയുടെ സ്നേഹം നമ്മൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഈശോ എന്നെ അതുപോലെ സ്നേഹിക്കുന്നു, ഞാൻ ആകുന്ന അവസ്ഥയെ സ്നേഹിക്കുന്നു, ഞാൻ ആകുന്ന ഈ ഏറ്റവും പൊട്ടയായ അവസ്ഥയിലും ജീസസ് ഈസ് ദ ഓൺലി വൺ ഹു ക്യാൻ ലവ് യു അറ്റ് യുവർ വേഴ്സ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും പൊട്ട സ്വഭാവം നമ്മുടെ അപ്പന്റെ അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞ് പറഞ്ഞാലും അവർക്ക് നമ്മൾ അത്ര, ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ മനസ്സിലാക്കും, അവർ അത് അവരുടെ വേഴ്സ്റ്റ് ആയിരിക്കുമ്പോൾ എത്ര അമ്മമാർക്ക് പറയാൻ പറ്റും നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നു. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സ്കൂളിൽ നിന്ന് ഒരു കംപ്ലൈന്റ് കേൾക്കുവാണ്, അവരെന്തോ ഏറ്റവും പൊട്ട ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് പോയിട്ട് മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് കെട്ടിപ്പിടിക്കാൻ പറ്റൂ? ചിലപ്പോൾ പറ്റുമായിരിക്കും, ചില ഭയങ്കര ഭയങ്കര വിശുദ്ധരായ അമ്മമാർക്ക് അത് പറ്റുമായിരിക്കും. ഞാൻ എന്തായാലും ആ വിശുദ്ധ കാറ്റഗറിയിലല്ല, അതിൽ ഒത്തിരി വളരാനുണ്ട്, ശ്രമിക്കാനുള്ള ഒരു 1% ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് എപ്പോഴും ഈ ഒരു സമയം നമ്മുടെ നമ്മളുടെ സ്നേഹത്തിന്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ ആ ടിക്ക് ബോക്സിൽ എപ്പോഴും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നോക്കണം. വേറെ ഒരാൾക്ക് ആ സ്നേഹം എന്താ പറയാ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈശോയുടെ സ്നേഹത്തിൽ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹസ്ബൻഡോട് നോക്കില്ല, കുഞ്ഞുങ്ങളോട് നോക്കില്ല, ഈ കപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈശോ ആയിരിക്കണം ഫോക്കസ്. അപ്പൊ ഇപ്പോഴും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കണം. പിന്നെ പറഞ്ഞു വന്നത്, പിന്നെ അടുത്ത് നമുക്ക് ഉണ്ടാവുന്ന ഈ മുറിവുകൾ, ഈ അപ്പനമ്മമാരിൽ നിന്നുണ്ടായി നമുക്ക് പണ്ട് തട്ടി ചില മുറിവുകളൊക്കെ ഉണ്ടാകും. ഇപ്പോഴും ചിലപ്പോൾ ആ ഒരു ഫോക്കസിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ അപ്പച്ചനെ ഉണ്ട്, ഞാൻ പറഞ്ഞു തെറിയുടെ കാര്യം പറഞ്ഞു, പക്ഷെ അതല്ല, എൻ്റെ അപ്പച്ചൻ എപ്പോഴും നോക്കിയാലും പറയുണ്ടല്ലോ, എന്റെ അപ്പച്ചന് ഇച്ചിരി നിറം കുറവാ, മമ്മിക്ക് ഭയങ്കര നിറം, അപ്പം ഇച്ചിരി കൂടെ വെളുത്ത ഇതാ. അപ്പം എല്ലാരും എന്നെ കാണുമ്പോൾ മമ്മിയുടെ പണ്ടത്തെ സൗന്ദര്യം നോക്കി എന്നെ കമ്പയർ ചെയ്തായിരുന്നു കുഞ്ഞിലൊക്കെ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഓ, ശാലി ചേച്ചി ആണെങ്കിൽ ഈ നിന്റെ പ്രായത്തിൽ എന്ത് ഭംഗിയായിരുന്നു, ഇവിടെയുള്ള എല്ലാരും ശാലി ചേച്ചിനെ നോക്കുമായിരുന്നു. അയ്യോ, ഇവളെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്നെ ചില ആന്റിമാർ എന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊരു വിവരം. പക്ഷെ എന്റെ അപ്പൻ ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ എപ്പൊ കണ്ണാടി നോക്കുമ്പോൾ എന്റെ എന്റെ മോളെ നീ കണ്ടോടി, എന്ത് ഐശ്വര്യമായി മാറി നിൽക്കും, എന്ത് രസം ഇതിനെ കാണാൻ, എന്ത് ഭംഗി. അപ്പൊ ഈ ഒരു അപ്പൻ പറയുന്ന അപ്പനും അറിയാം, ഈ കേൾക്കുന്ന എനിക്കും അറിയാം, മമ്മിക്കും അറിയാം, ഇതൊന്നും സത്യമല്ല, ഐശ്വര്യറായി പോലെ ഒന്നല്ല ഞാൻ അറിയാം. പക്ഷെ ഒരു അപ്പൻ ഒരു കൊച്ചിനോടൊട്ട് കുറെ നാൾ തൊട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക എന്നോട്, എന്നുവെച്ചാ ഇവരൊന്നും പറയുന്നല്ല, എനിക്ക് സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ അപ്പന്റെ ആ ഒരു വാക്കുണ്ടല്ലോ, ഇന്ന് വരെ എന്റെ സൗന്ദര്യത്തിനും എന്റെ തടീനും, ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഞാൻ തടിയൊക്കെ വെച്ചു, അപ്പൊ എല്ലാരും കമന്റ് അടിക്കും, ഇങ്ങനെയൊക്കെ വരുമ്പം ഈ അപ്പന്റെ ഒരു ഇത് എന്റെ തലയിൽ കുഞ്ഞിലെ തൊട്ട് കേട്ടുകൊണ്ട് കാരണം എനിക്ക് ഈ സൗന്ദര്യത്തിന്റെ പേര് ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും തോന്നാറില്ല. കാരണം അതുപോലെ ആ അപ്പന്റെ സ്നേഹം എന്നിലോട്ട് നിറഞ്ഞിട്ടുണ്ട്. അതെന്റെ ഇവിടത്തെ അപ്പൻ, ഭൂമിയിൽ എനിക്ക് തന്ന അപ്പന്റെ ഒരു സ്നേഹം നിറഞ്ഞുമ്പോ എനിക്ക് ഈ ലോകത്തിലെ ആൾക്കാർ എന്ത് പറഞ്ഞാലും അതെന്നെ ഏൽക്കുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും നമ്മൾ ഏൽക്കുവോ? ഒന്നും നമ്മൾ ഏൽക്കത്തില്ല. നമ്മൾ ഈ റിയലൈസ് നമ്മള് ചെയ്യുന്നില്ല, നമ്മള് ഈശോയുടെ സ്നേഹം. അപ്പൊ ഈ ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ഒരു എന്താ പറയാ, സ്വന്തം മകനെ ഭൂമിയിലോട്ട് നമ്മുടെയൊക്കെ പാപത്തിന് പരിഹാരമായിട്ട് അയച്ചേക്കുന്ന കുഞ്ഞാടിന്റെ രക്തം. സോ നമുക്കൊന്നും നമ്മുടെ വാല്യൂ അറിയാത്തതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രശ്നം. നമ്മുടെ വാല്യൂ അറിഞ്ഞെങ്കിൽ നമുക്ക് ശരിക്കും ഈ ലോകത്തെ ഒന്നിനെയും നമ്മളെ എഫക്ട് ചെയ്യാൻ, അവരുടെ ഒരു കമന്റ്സ് നമ്മളെ എഫക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് നമ്മുടെ വില എന്താ? കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയാണ് നമുക്ക്. നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശരിക്കും ആ വില നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാം ഒരു ദിവസം കൊണ്ടല്ല പെട്ടെന്ന് നമുക്ക് കഴുകി കളയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ്, എനിക്ക് ഇതിന്റെ ഒരു രഹസ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ നമുക്ക് ചില ഈ കുഞ്ഞാനെ ഒരു ദിവസത്തെ കുഞ്ഞു കാര്യം പറഞ്ഞു, അതുപോലെ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ കാര്യമാണ്. ഓരോ നിമിഷവും നമുക്ക് ഈശോയുടെ തിരക്തം കൊണ്ട് നമ്മളെ കഴുകി വിശദീകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾക്ക് ശരിക്കും ഈശോയുടെ കരുണ, എല്ലാരും പറയൂല്ലോ ഈശോയുടെ കരുണ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പം എലീന പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ മിറിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ 3 പേർക്കും ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞിന് അതിലത്തെ ഇപ്പം ആരുടെയാണെന്ന് ഞാൻ ഇനി പറയുന്നില്ല. ഇപ്പൊ ഒരാളുടെ കുഞ്ഞിന് ഒരു അസുഖം വന്നു, പെട്ടെന്ന് ഒരു അസുഖം വന്നു. അപ്പൊ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരേ പ്രാർത്ഥനയെ നമ്മൾ ഫോളോ ചെയ്യുന്നു, നൊവേനയുടെ ഒരു നൊവേന, അന്തോണീസ് പുണ്യാള നൊവേന നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരാൾക്ക് ഒരു കുഞ്ഞിന് അസുഖം വന്നു. അപ്പൊ ഇത് നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാ ഈ ഒരു നൊവേന. പക്ഷെ നമുക്ക് അപ്പൊ പറയാൻ പറ്റുമോ ബാക്കി 2 പേരെയും ഈശോ അധികം സ്നേഹിക്കുന്നില്ല, എന്താ പറയാ, സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം അസുഖം കൊടുത്തതെന്ന്? അല്ല.
ആ ശരിക്കും പറഞ്ഞ ഈശോയുടെ കരുണ എല്ലാവർക്കും, നമ്മൾ ഏത് പ്രാർത്ഥനയോ നമ്മൾ ഏത് ഇതോ പ്രാർത്ഥിച്ചതിന്റെ അല്ല, എല്ലാവർക്കും ഈശോ ഒരേ രീതിയിലാ കരുണ കൊടുത്തേക്കുന്നത്. ആ ഒരാൾക്ക് കുഞ്ഞിന് അസുഖം കൊടുത്തേക്കുന്നത് അത് ഈശോയുടെ ഏറ്റവും വലിയ കരുണ. കാരണം ഈശോ കുരിശിൽ തറച്ചപ്പോ ഈശോ അനുഭവിച്ച കുറച്ച് വേദന കൂടുതൽ കൊടുത്തു. അയാൾക്ക് സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ട്. ഈ ഒരു റിയലൈസേഷൻ നമുക്ക് ആർക്കും ഇല്ല. നമ്മളെപ്പോഴും അപ്പുറത്തെ ഒരാളെ നോക്കിയിട്ട് അവരുടെ നല്ലൊരു പുറത്തെ കണ്ട ഒരു ജീവിതം നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അവർക്കെല്ലാം ഉണ്ട്, എനിക്കിതൊന്നും ഇല്ലല്ലോ ഈശോയേന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈശോ നമ്മളെ ഒരു പടി കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ കുരിശിലെ ഓരോ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ നമുക്ക് തരുമ്പോ, അല്ലെങ്കിൽ ചിലപ്പം കുഞ്ഞു തരായിരിക്കും, വലുതായിരിക്കാം തരുന്നത്. അതൊക്കെ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ ഇച്ചിരി കൂടെ സ്ട്രെച്ച് ചെയ്യാനാ. ഈശോയുടെ ആ പീഡാസഹനത്തോട് നമ്മളെ കുറച്ചും കൂടെ ചേർത്ത് നിർത്തുന്നതാ. ഇത് നമ്മളെ പെട്ടെന്ന് സ്വർഗത്തിൽ എത്താവുന്ന കുറുക്ക് വഴികൾ ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ഇന്ന് റിയലൈസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കിങ്ങനെ ഓ വാവ് വാവ്, നമ്മളിങ്ങനെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പം ഈ ലാബിലൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ഇത് കിട്ടത്തെ വാല്യൂ കിട്ടുമ്പം ഇങ്ങനെ ഇത് പറയത്തില്ലേ, യുറേക്ക എന്ന് പറയില്ലേ, ഇതാണ് ശരിക്കും ഇതിന്റെയൊക്കെ ഓരോ പോകും വഴി. പക്ഷെ നമുക്ക് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചിന്തിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞ പാടാണ്. ഒരു 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 ഒരാൾക്ക് അത് പറ്റത്തില്ലായിരിക്കാം. പക്ഷെ എപ്പോഴും എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മള് ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോ ചില സഹനങ്ങൾ വരുമ്പോ മറ്റൊരാളുടെ ജീവിതം നോക്കി നമ്മൾക്ക് അവരെക്കാൾ കൂടുതൽ സഹനമാണല്ലോ കർത്താവ്, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് നീ എനിക്കിത് തന്നല്ലോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഈശോയുടെ സഹനങ്ങളോട്ട് നമ്മൾ ഇതൊക്കെ ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അത് ഈശോയ്ക്ക് എടുത്ത് അടുത്ത ഒരു ആത്മാവിനെ നേടാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ഈശോയുടെ കരുണ അത്തിലും ഭയങ്കരാണ്. ഇപ്പം നമ്മൾ ഏത് അവസ്ഥയിലാണോ ഈ നമ്മുടെ ചെയ്യുന്ന ഈ പ്രവർത്തികളോ ഒന്നുമല്ല, ഈശോ എന്ന ഇതിന് എല്ലാത്തിനും ഈശോ ഉത്തരം തന്നിട്ടുണ്ട്. അതാണ് ഈശോയുടെ പീഡാസഹനം. ഈ ഒരു ലെൻഡൻ സീസണിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ധ്യാനിക്കാൻ പറ്റുന്ന ഈശോയുടെ മുഖ. ഇത് എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ കുറെ കുരിശിന്റെ വഴിയും എല്ലാം ചെല്ലാൻ പറ്റുമായിരുന്നു. ഈ വർഷം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് കാണിച്ച പോം വഴി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഈ മുഖത്ത് അടിയേറ്റ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഫോട്ടോ മൊബൈലിൽ എന്റെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്, വാൾപേപ്പർ ആയിട്ട്. ഈശോനെ ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കും. ആ കണ്ണിലേക്കും ആ ചുണ്ടിലേക്കും ആ എല്ലാം നോക്കുമ്പോ ഫുള്ള് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന. പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോയും ഉണ്ട്. ഈ ഈശോയുടെ ഓരോ ഇതിലായിട്ട് തന്നെ നോക്കി ഇരിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ ചില സമയങ്ങളിൽ. അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രൂശരോപമുണ്ട്. ഇങ്ങനെ നോക്കി നിന്ന് ശരിക്കും പറഞ്ഞാൽ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഈശോയുടെ സ്നേഹം ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വേറെ പ്രാർത്ഥനകളൊന്നുമല്ല. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മള് പ്രാർത്ഥനകൾ ചില നിങ്ങൾ കുരിശിന്റെ വഴി ചൊല്ലണ്ടാന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഈശോനെ ഒന്ന് സ്നേഹിക്കാൻ നോക്കുക. എങ്ങനെയാ ചുമ്മാ ഈശോനെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കുക, കുരിശിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈശോയോട് പറയും, ഈശോയെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഈശോ നമ്മളോട് പറയും, ഞാൻ ഓൾറെഡി താങ്ങുന്നുണ്ടല്ലോ നിന്നെ, പിന്നെ നീ എന്തിനാ ഈ താങ്ങുന്നത്? അപ്പൊ ഇത് തന്നെയാ ഈശോ നമ്മളോട് പറയുന്നത്. ഈശോയോട് ജസ്റ്റ് കെട്ടിപ്പിടിച്ച് നമ്മുടെ എല്ലാം നമുക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഒരു ഇത് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്നതിനേക്ക് മുമ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ എന്താ പറയാ, എനിക്ക് കുറെ സ്വപ്നങ്ങളായിരുന്നു. അതായത് ഞാൻ ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് ഇങ്ങനെ ഹൗസ് വൈഫ് ആയിട്ട് ഒന്ന് മാറൂന്നോ ഒന്നും. അപ്പം ഞാൻ സിഡ്നി പോയിട്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത്. പിന്നെ അത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് ഞാൻ ഹസ്ബൻഡ് കൂടെ യുഎസ് വന്നപ്പോൾ എന്റെ വിചാരം ഞാൻ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടും, പെട്ടെന്ന് എനിക്ക് അടുത്ത ഇത് ചെയ്യും, എനിക്ക് കരിയർ ഒക്കെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ബാക്ക് ടു ബാക്ക് കുഞ്ഞുങ്ങളായി, പിന്നെ കോവിഡ് ആയി. പിന്നെ നോക്കുമ്പോൾ ഓക്കെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ സ്കൂളിലും ഒക്കെ വിടാന്ന് പറഞ്ഞ ഇതാ. പിന്നെ ഓക്കെ വാട്ട് എവർ. അപ്പൊ പക്ഷെ എനിക്കൊരു ചോയ്സ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്തോട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പൊ തലക്കാലത്തേക്ക് വേണ്ട, ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ഓക്കെ ചെയ്തു. പക്ഷെ അതും എനിക്ക് ഭയങ്കര വിഷമമാണ്. ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സംഭവമാണത്. പക്ഷേ ഇതും ഞാൻ ഈ കുരിശിലോട്ട് ചേർത്ത് കൊടുത്തപ്പം എനിക്ക് ഇതിൽ സന്തോഷിക്കാൻ പറ്റി. സന്തോഷിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണത്. എൻജോയ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ ദിവസവും ഇത് ഭയങ്കര എന്താ പറയാ എളുപ്പമായെന്നൊന്നല്ല, നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ എനിക്കിത് ഭയങ്കര കാരണം ഈ ഒരു അവസ്ഥയിലാകുമ്പോൾ എനിക്ക് കൂടുതൽ ഈശോയോട് പ്രാർത്ഥിക്കാനും ഇതിലൊക്കെ കൂടുതൽ എല്ലാ കുഞ്ഞു കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ചെയ്യാനുള്ള ഒരു കൃപ കിട്ടി. ഈ കൃപ കിട്ടിയത് എങ്ങനെയാ? നമ്മൾ ഇവിടുത്തെ പച്ചക്കറിയും ഇവിടുത്തെ ഇവിടുത്തെ ഈ ലോണ്ട്രിയും ഇതൊക്കെ നമ്മൾ ഈ മടക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ കുട്ടികളുടെ അപ്പി മാറ്റുമ്പോൾ ഡൈപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ ഇത് ചില സമയം നമുക്ക് ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമല്ലോ. നമ്മൾ കാറിൽ കയറുമ്പോഴായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു വെപ്രാളൊക്കെ ഉണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ആ സഹനങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ ഈ സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക്, കാരണം നമ്മൾ ആ സമയത്ത് ടെൻഷനാണ്,
ഈ കാർ ഓടിച്ച് കഴിയുമ്പോൾ ഈ പിള്ളേർ ബാക്കിൽ നിന്ന് വഴക്കുകളുണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ ക്ഷമ ശരിക്കും നശിക്കും, എന്തോ അവിടെ നടക്കുന്നതൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ആ സമയത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റാം. ഓരോ പ്രാർത്ഥനകളും നമുക്ക് ഈശോയുടെ സന്നിധിയിൽ അത് ചെല്ലുമ്പം അത് ഈശോയ്ക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാം, നമുക്കിങ്ങനെ സമർപ്പിക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാം എല്ലാം ഞാൻ ഉദ്ദേശിച്ചതൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാ പോകുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇനി നമുക്ക് 32 ദിവസമുണ്ട്. മാർച്ച് 4 തൊട്ട് ഏപ്രിൽ 5 വരെ നമുക്കിനി 32 ദിവസമുണ്ട്. നമുക്കിനി 768 അവേഴ്സും ഉണ്ട്, 46,000 മിനിറ്റ്സ് ഉണ്ട് അടുത്ത് നമുക്ക് ഈസ്റ്റർ വരെ. നമുക്കിനി തീരുമാനിക്കാം ഈ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമുക്ക് എങ്ങനെ ഈശോയ്ക്ക് കൊടുക്കാന്ന്. ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ഈശോയുടെ ഓരോ സഹനങ്ങൾ ഓരോ ദിവസം എടുക്കുക, അല്ലെങ്കിൽ ആ നിമിഷം ഈശോയുടെ ഈശോയുടെ കയ്യിലോട്ട് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഫോക്കസ് ഏതെങ്കിലും ഈശോയുടെ ഒരു മുറിവ്, മുട്ടിലെ മുറിവ്, ഏതെങ്കിലും എവിടെ ഉണ്ടായ ഏതെങ്കിലും ഒരു മുറിവിലോട്ട് നമ്മൾ ആ പോകുന്ന സഹനം കൊടുത്ത് ഇങ്ങനെ കുഞ്ഞു കൊടുത്ത് ഈശോയുടെ കൂടെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം. ഈ വട്ടം നമുക്ക് നമ്മളെ തന്നെ ഒരു പുതിയ ഒരു ജെറലായിട്ട് എനിക്ക് ഈശോയുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങളും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഈശോനെ നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക, നമുക്ക് നമ്മളെ the best gift we can give to Jesus is the best version of ourselves.